ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അറൈസ് വേൾഡ്. ഇന്നും ഞാനൊരു ഫയർലെസ് കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി കാഷ്യൂ ബർഫിയാണ്. വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് നമ്മുടെ ഈ ഫയർലെസ് കുക്കിംഗ് പോലുള്ള കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് 1 മണിക്കൂറേ സമയം തരുള്ളൂ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷൻ ടൈമിൽ. അപ്പോൾ 1 മണിക്കൂറിൽ നമുക്ക് എത്ര ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ സമയം 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ ഫയർലെസ് റെസിപ്പീസ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത് പഴയ ഫയർലെസ് കുക്കിംഗ് റെസിപ്പീസ് ആണല്ലോ എന്ന്. അതെ ആണ്, പക്ഷേ എൻ്റെ നോൺ മലയാളി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനത് റെസിപ്പി അപ്ലോഡ് ചെയ്തത്. കാരണം കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, വീഡിയോസ് എല്ലാം ഒന്ന് ഹിന്ദിയിൽ ചെയ്യോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഹിന്ദിയിൽ വീഡിയോ ചെയ്യാൻ അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത കാരണമാണ് ഞാൻ അതിൽ വോയിസ് ഓവറൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് മൂന്ന് റെസിപ്പി ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നേരത്തെ ഈ വീഡിയോസ് കണ്ടവർക്ക് തോന്നും, ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണല്ലോ, പിന്നെ എന്തിനാണ് ഇവർ തിരിച്ച് അപ്ലോഡ് ചെയ്തതെന്ന്. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറൈസ് വേൾഡ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് വെറും 3 ചേരുവകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് കാഷ്യൂസാണ്. അത് ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. ഇനി ഞാനിവിടെ എടുക്കുന്നത് 3 ടീസ്പൂൺ നെയ്യാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കാഷ്യൂസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് ഈ കാഷ്യൂസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിതിവിടെ നല്ലപോലെ ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കാഷ്യൂ പൗഡറിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലയെന്ന്. നമുക്കിത് നല്ലൊരു സോഫ്റ്റായി കിട്ടണം. നമ്മുടെ ഈ ഗോതമ്പ് മാവൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ മാവും കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവിൽ നമ്മൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ മാവെല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. പക്ഷേ കൂടുതൽ തിന്നാവാതെ കുറച്ച് കട്ടിയോടെ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഒരുവിധം കട്ടിയോടെ തന്നെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത സൈഡ്സൊന്നും കളയുന്നില്ല, അത് തിരിച്ച് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് സ്ക്വയറായിട്ടോ ഡയമണ്ട് ഷേപ്പായിട്ടോ ട്രയാങ്കിൾ ഷേപ്പായിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാഷ്യൂ ബർഫി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫയർലെസ് കുക്കിങ്ങിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടും കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ തരുന്ന കമൻസും ലൈക്സും ഒക്കെയാണ് എനിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു മോട്ടിവേഷനും ഇൻട്രസ്റ്റും തരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇനി നമുക്ക് ഈ ബർഫി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കാഷ്യൂസാണ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫയർലെസ് കുക്കിംഗ് റെസിപ്പി കൂടി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്നും വളരെയധികം യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ അറൈസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.